ജംഷീദ് പിയുടെ ഈ യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. വീട്ടിലോ പരിസരത്തോ ആര്യവേപ്പുണ്ടോ? ഇവ ശ്രദ്ധിച്ചേക്കണേ. പണ്ടുകാലത്ത് വീടുകളിലും പരിസരങ്ങളിലും ധാരാളമായുണ്ടായിരുന്ന മരമാണ് ആര്യവേപ്പ്. വായുവിനെ ശുദ്ധീകരിക്കാൻ ആര്യവേപ്പിന് കഴിയും. അസുഖങ്ങൾ കുറക്കാനും ആര്യവേപ്പ് സഹായിക്കും. അതിനാൽ തന്നെ പലയിടങ്ങളിലും ഇപ്പോഴും ഈ മരം നിലനിർത്തുന്നുണ്ട്. ആര്യവേപ്പിന് വാസ്തുപരമായും ബന്ധമുണ്ട്. ഇത് ശ്രദ്ധിച്ചാണ് വേപ്പ് നടുന്നതെങ്കിൽ വലിയ രീതിയിൽ ഗുണകരമാകും എന്നാണ് വിശ്വാസം. വേപ്പ് ആരോഗ്യവും ക്ഷേമവും വർദ്ധിപ്പിക്കുന്നതിനാൽ വീടിന്റെ വടക്കുപടിഞ്ഞാറൻ കോണിൽ നടണമെന്നാണ് വാസ്തു വിദഗ്ധർ പറയുന്നത്. ഇതിന്റെ ഇലകൾ, പുറംതൊലി, വേരുകൾ എന്നിവയെല്ലാം ആന്റി മൈക്രോബിയൽ ഗുണങ്ങളുള്ള സംയുക്തങ്ങൾ അടങ്ങിയിട്ടുണ്ട്. വേപ്പ് ഒരു സ്ഥലത്തുണ്ടെങ്കിൽ അതിനു ചുറ്റുമുള്ള പ്രദേശത്തെ വായുവിന്റെ ഗുണനിലവാരം മെച്ചപ്പെടുത്താൻ സഹായിക്കുമെന്നാണ് വിശ്വാസം. വേപ്പ് ദീർഘായുസ്സുമായി ബന്ധപ്പെട്ടിരിക്കുന്നുവെന്നാണ് വാസ്തു ആചാര്യന്മാർ പറയുന്നത്. വസ്തുവിന്റെ കിഴക്ക് അല്ലെങ്കിൽ വടക്ക് ഭാഗത്ത് വേപ്പ് നടാമെന്നും വാസ്തു ആചാര്യന്മാർ പറയുന്നത്. ഈ രണ്ട് ദിശകളിലും മരം നടുന്നത് പോസിറ്റീവ് എനർജി നൽകുമെന്നാണ് വിശ്വാസം. വസ്തുവിന്റെ തെക്ക് അല്ലെങ്കിൽ തെക്ക് പടിഞ്ഞാറ് ഭാഗത്ത് വേപ്പ് മരം നടാൻ പാടില്ലെന്നും വിശ്വാസമുണ്ട്. തെക്ക് അഗ്നിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നതിനാലാണിത്. ഈ വീഡിയോ കണ്ടതിന് നന്ദി. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ട് എങ്കിൽ ഈ വീഡിയോക്ക് ദയവായി ലൈക്ക് ചെയ്യൂ. ഇനിയും ഇതുപോലുള്ള വോയിസ് വീഡിയോകൾ കാണാൻ യൂട്യൂബിലെ ജംഷീദ് പി എന്ന ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.